മുജാഹിദ് ദ്വാരനാൽ അള്ളാഹു ഉത്തരം ചെയ്യോ? ചെയ്യെങ്കിലൊന്ന് ദ്വാരക്ക്, പേരോട് നശിക്കട്ടെ. ഇന്ന് ദ്വാരക്ക് മുജാഹിദിന് പേരോട് ഇന്ന് തന്നെ നശിക്കട്ടെ. എന്ത് ദ്വാരക്ക്? ഇപ്പൊ നശിക്കട്ടെ. എന്ത് ദ്വാരക്ക്? നമുക്ക് നോക്കാൻ ഉത്തരം കിട്ടുമോ? നിങ്ങളല്ലേ സാധാരണ ഓതലി എന്ത്? അതാ ഉദൂനി അസ്തജിബ് ലക്കും, എന്നോട് പ്രാർത്ഥിച്ചോളൂ ഉത്തരം തരാ. ഒന്ന് ദ്വാരക്ക് മൗലവിമാര് പേരോട് ഇന്ന് നശിക്കട്ടെ. ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പൊ മൂപ്പരെ സ്റ്റേജിൽ ഔലിന്റെ അടുത്ത് കെട്ടേണ്ടി വരും. അത് ഇടക്കിടക്ക് ഒന്നുണ്ടാക്കേണ്ടി വരും. പള്ളിയിൽ ഔലിന്റെ അടുത്ത് തന്നെ പിന്നെ സ്പീച്ചിങ് സ്റ്റാൻഡ് വെക്കാൻ ഇടക്കിടക്ക് ഒന്നുണ്ടാക്കണം. ചൂടായി പോകറിയാതെ. അപ്പൊ ഇവർ മുമ്പ് പറഞ്ഞ് മറന്നുപോയി. അപ്പൊ ആളുകൾക്ക് ക്ലാസ് എടുക്കുമ്പോ ആരോ എതിർക്കാൻ വേണ്ടി പറയാണ് പ്രസംഗിച്ചോട്ടിപ്പോ ചൂടാണ് ശൈത്താൻ എന്നാണ്. ആ ശൈത്താൻ മൂപ്പർ തന്നെ പിടികൂടി. മൂപ്പർ ചൂടായി. എന്നിട്ട് എന്താ പറയുന്നത്? ഒതൂനി അസ്തജിബ് ലക്കും, എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ, ഞങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ പറയുന്നില്ലേ? ഞങ്ങൾക്ക് മാത്രമല്ല ആയത്താ, നിങ്ങൾക്ക് വാദകല്ലേ? നിങ്ങളെ ഖുർആനിലുണ്ട് എന്നെന്താ പറഞ്ഞാലിന്നാ ഞങ്ങളത് പറയുന്നു. ഞങ്ങൾ പറയുന്ന അർത്ഥം എന്താ? ഞങ്ങൾ എന്ത് പറഞ്ഞാലും അള്ളാഹ് ഉത്തരം ചെയ്യുന്ന. അള്ളാന്റെ റസൂൽ പോലും പറഞ്ഞത് എന്താ? യുസ്തജാബു ലിഅഹദിക്കും മാലം യസ്തഅജൽ മാലം യദൂ ബി ഇസ്മിൻ വലാ ഖതിയത്തി റഹ്മിൻ. നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടും. എങ്ങനെ ഉത്തരം കിട്ടും? നിങ്ങൾ ധൃതി കാണിക്കാത്തിടത്തോളം കാലം. മാത്രമല്ല നിങ്ങളൊരു കുറ്റകരമായ കാര്യത്തിനോ കുടുംബബന്ധം വേർപെടുത്തുന്നതിനോ ദുആ ചെയ്യാത്തിടത്തോളം കാലവും. അപ്പൊ സഹാബികൾ ചോദിച്ചു, ധൃതി കൂട്ടാത്തിടത്തോളം ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞല്ലോ, എന്താണ് നബിയെ ധൃതി കൂട്ടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് ദഅഉതു ഫലം അറ യുസ്തജാബു ലി, ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ ഉത്തരം കിട്ടുന്നത് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ കാണാതാകുമ്പോ ഫയദഉ ദുആ, ദുആ തന്നെ ഒഴിവാക്കും. ഫയസ്തഹസിറു ഇൻദ ദാലിക, അൽക്ക് നിരാശവാദി, എന്താ പ്രാർത്ഥിച്ചിട്ട് കാര്യം? ഞാൻ എത്ര കൊല്ലമായി പ്രാർത്ഥിക്കണം, ഉത്തരം കിട്ടിയോ? നിങ്ങളെ പ്രാർത്ഥനയും വേണ്ട, നിസ്കാരം വേണ്ട, ഒന്നും വേണ്ടാണ്. നിരീശ്വരവാദിയോ നിർമ്മതവാദിയോ ഒക്കെ ആയി പോവുക. ഇതാണ് ധൃതി കൂട്ടൽ. അപ്പൊ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ ചോദിച്ച അപ്പൊ തന്നെ ഉത്തരം കിട്ടുന്നു. അള്ളാഹും പഠിപ്പിച്ചിട്ടില്ല, റസൂലും പഠിപ്പിച്ചിട്ടില്ല. പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം, അപ്പൊ തന്നെ തരാന്ന് പറഞ്ഞോ? നിങ്ങൾ ചോദിച്ചതൊക്കെ ചോദിച്ച രൂപത്തിൽ അപ്പൊ തന്നെ തരുന്നു. നമ്മളാരും ആ ആയത്തിനെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇയാൾ ചൂടായി പറയാ, നിങ്ങളൊന്നാണ് ദ്വൈർക്കുന്നാല് ഉണ്ടോ? നിങ്ങളൊന്നങ്ങ് ദ്വൈർക്കി, എന്നാ ഞാനെന്ന് പേരോട് നശിക്കട്ടെ, പേരോട് നശിക്കട്ടെ എന്ന് നമ്മൾ ദ്വൈർക്കൂല. നമ്മൾ ദ്വയർന്ന അതിന് ഉത്തരം കിട്ടിക്കൊള്ളൊന്നുമില്ല. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതൊക്കെ അപ്പൊ തന്നെ തരാന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതേസമയത്ത് ഇവര് പറഞ്ഞിട്ടുണ്ട്, വല്ല നീലത്തിനും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തരം ചെയ്യും ഞാനെന്നോവർ. വായ കൂടുന്നതിന് ഉത്തരം കിട്ടുമെന്ന് ഓഫർ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പ്രാർത്ഥിച്ചോളിയും റസൂൽ പറഞ്ഞ എങ്ങനെയാണ്? ധൃതി കൂട്ടാൻ പാടില്ല. കിട്ടുമ്പോ കിട്ടും. ചിലപ്പോ 10 കൊല്ലം കഴിഞ്ഞിട്ടാവും, ചിലപ്പോ 5 കൊല്ലം കഴിഞ്ഞാൽ, ചിലപ്പോ മരിക്കോളം കിട്ടിയില്ല എന്നും വരും. പക്ഷേ ഉത്തരം കിട്ടിയില്ല എന്ന് വിചാരിച്ച് പ്രാർത്ഥന വെറുതെ വെള്ളത്തിലായി എന്ന് വിചാരിക്കണ്ട. ഓരോ പ്രാർത്ഥനയും ഓരോ ഇബാദത്താണ്. ഓരോ ദുആക്കും അള്ളാഹു കൂലി തരും. നാളെ പരലോകത്തൊരു പക്ഷേ ഈ ദുആക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും നാളെ നിങ്ങൾക്ക് പല ആപത്തുകളും അതുകൊണ്ട് തടുക്കപ്പെടും. സ്വർഗത്തിൽ നിങ്ങൾക്ക് പദവികൾ വർദ്ധിക്കപ്പെടും. നിങ്ങളെ മേൽ നിശ്ചയിക്കപ്പെട്ട പല ഖലാഉകളും അതുകൊണ്ട് നീങ്ങിപ്പോകും. ലാ യർത്തുൽ ഖലാഅ ഇല്ല ദുആ, ഖലാഇനെ തടുക്കാൻ ദുആ അല്ലാതെ മറ്റൊന്നുമില്ല. അതാണ് ദുആനെ സംബന്ധിച്ച് മുസ്ലിം ലോകം പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതും അതാണ്. ഉദൂനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞാൽ മുജാഹിദീകളങ്ങ് വിളിച്ചിട്ട് അള്ളാഹിനോട് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ തന്നെ ഉത്തരം കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, വാദിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ മാലയില്ലത് വാദിച്ചു, നിങ്ങളത് തെളിയിക്കണം. നിങ്ങളാരോടെങ്കിലും ഒന്ന് മൊയ്തീൻ ശൈഖിനോടൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കൂ, എന്നിട്ട് ഞങ്ങൾക്കെതിരൊരു നാശം വരുത്തി കാണിച്ചു തരൂ. എന്നാലേ ഞങ്ങൾക്ക് ആ മാലയിലെ വാക്ക് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. ഞങ്ങൾ അങ്ങനെ വാദിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ തെളിയിക്കേണ്ട ബാധ്യതയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല.